യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ കത്തോലിക്ക ബാബായും മലങ്കര മെത്രാപ്പോലിത്തയുമായ അബൂന്മാർ ബസിലസ് ജോസഫ് പ്രഥമൻ കത്തോലിക്ക ബാബയ്ക്ക് ശാലോമിൻ്റെ ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ഈ ബാബ 13ാമത്തെ വയസ്സിൽ ഷമ്മാശനായി. അന്ന് ആ വിളിക്ക് പ്രത്യുത്തരമേകി. ദൈവത്തിൻ്റെ എല്ലാ മനുഷ്യർക്കും ഈ വിളി വരുന്നുണ്ട്, ഒരു വിധത്തിലല്ല വേറെ രീതിയിൽ. ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വിളിയാണ്, ദൈവിക ശുശ്രൂഷയ്ക്ക്. പക്ഷെ ഭൂരിപക്ഷം പേരും അത് ശ്രദ്ധിക്കാറില്ല. അല്ലെ വിളിയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ സ്വന്തം വഴി തിരഞ്ഞെടുത്ത് പോയി. ബാബ അന്ന് അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ലോങ് ജേണി എന്തായിരുന്നു ഒരു പ്രചോദനം? യാത്ര ആരംഭിക്കുമ്പം അന്ന് മറ്റു വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. കാരണം അന്ന് ചെറുപ്പമല്ലേ, 8ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പം അതൊരു വളരെ സന്തോഷത്തോടുകൂടി അത് ഏറ്റു. വലിയ ആഗ്രഹമായിരുന്നു എപ്പോഴും വൈദികരെ നോക്കി അവരെ മാതൃകയാക്കാൻ. പെരുമ്പള്ളി തിരുമേനി അച്ഛനായിരുന്നു അന്ന്. ഞാൻ അവിടെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തിരുമേനി അവിടെ വന്നു. അപ്പോൾ അന്ന് മുതൽക്ക് തിരുമേനിയായിട്ടുള്ള ഒരു ഇൻറ്റിമസി, അടുപ്പം അത് കണ്ട് വളർന്ന് അങ്ങനെ ആദ്യം ഓൾട്ടർ ബോയ് ആയിട്ട് കയറി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഒരു തിരുമേനിയുടെ നിശ്ചയമായിരുന്നു ഇത്. അത് കുടുംബപരമായിട്ടുമൊക്കെ ഈ പൗരോഹിത്യ പാരമ്പര്യം വലിയ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കാരണവന്മാരൊക്കെ അങ്ങനെയുള്ള കുടുംബത്തിൽ എപ്പോഴും ഒരു പുരോഹിതനുണ്ടായിരിക്കണം. അതൊരു 100 വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല തിരുമേനിയുടെ കാലശേഷം. അപ്പോൾ അതുമൊക്കെ ഗ്രാൻഡ് പേരൻസും ഒക്കെ ഇങ്ങനെ വൈദികരായിട്ടൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു പെരുമ്പള്ളി തിരുമേനിയായിട്ടൊക്കെ. തിരുമേനി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കണം എന്നെ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയിട്ടൊരു അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതായിരിക്കാം നിശ്ചയമായിട്ടും. ഏതായാലും എന്ന് പറഞ്ഞാൽ പിന്നെ പുറകോട്ട് നോക്കിയിട്ടില്ല. പക്ഷെ അത് വന്ന് നമ്മൾ ചിന്തിക്കാത്ത, ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ഉയർച്ചയിലേക്ക് ഒരു സഭാ തലത്തിൽ നോക്കുമ്പോൾ വളരെ യുണീക്കായിട്ടുള്ള ഒരു പൊസിഷനാണല്ലോ അത്. അതിലേക്ക് വന്നെത്തി എന്നുള്ളതൊരു ദൈവകൃപ ഒന്ന് മാത്രം എന്ന് എനിക്കതിന് പറയാനുള്ളൂ. അല്ലാണ്ട് എൻ്റെ കഴിവുകളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പെരുമ്പള്ളി തിരുമേനിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദറും തിരുമേനിയുടെ ഫാദറും പ്രദേശമാണ്. അത്ര അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ ഫാദർ 3rd ജനറേഷനായിട്ട് വരും. എൻ്റെ ഗ്രാൻഡ് ഫാദർ 2nd ജനറേഷനായിട്ട് വരും. തിരുമേനിയുടെ ഫാദറിൻ്റെ ബ്രദറാണ് ഗീവർഗീസ് മൽപ്പാൻ. അതാണ് ഷാമ്പിക്കൽ പള്ളത്തട്ട എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി. ഈ ഷാമ്പിക്കൽ പള്ളത്തട്ടയിലെയാണ് തിരുമേനിയുടെ ഫാദറും തിരുമേനിയുടെ ഫാദറിൻ്റെ ബ്രദറും. അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫാദറിൻ്റെ ബ്രദറാണ്, ഫാദറിൻ്റെ ജ്യേഷ്ഠനാണ് ഗീവർഗീസ് മൽപ്പാൻ. ദേറാക്കാരനായിരുന്നു, വലിയ സുറിയാനി പണ്ഡിതനായിരുന്നു. ഗീവർഗീസ് മൽപ്പാൻ ആണ് തിരുമേനിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതും തിരുമേനിയെ ഈ നിലയിൽ ആവുന്നതിന് വേണ്ടിയിട്ട് ചേർത്ത് നിർത്തിയതും. അതൊരു നിമിത്തമായിരുന്നു. അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നത് മുളന്തുരുത്തി പള്ളിയുടെ തെക്ക് വശത്തെ വരാന്തയിലാണ്. അവിടെ ഒരു ലിഖിതം എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി കൊടുത്തത് പെരുമ്പള്ളി തിരുമേനിയാണ് സുറിയാനിയിൽ. അത് പിന്നെ കല്ലിൽ കൊത്തി ആ സുറിയാനി ലിഖിതം റംബാച്ചനെ, തിരുമേനി അച്ഛനെ, മൽപ്പാനച്ഛനെ കുറിച്ചുള്ളത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ പെരുമ്പള്ളി തിരുമേനിയോട് പറയും, അത് അച്ഛനായിരിക്കുമ്പോൾ ഇങ്ങനെ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വൈദികനാക്കാൻ തിരുമേനി ആഗ്രഹിച്ചതാണ് പെരുമ്പള്ളി തിരുമേനി. അന്ന് തിരുമേനി ഉണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സമയത്ത് തിരുമേനി ഉള്ളപ്പോഴാണ്. അപ്പം അന്ന് ആഗ്രഹിച്ചെങ്കിലും ആ സമയത്ത് തിരുമേനിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദർ മരിച്ച കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ മേൽ വന്നപ്പം തിരുമേനി തന്നെ പറഞ്ഞു, ഫാമിലി മാറ്റേഴ്സായിട്ട് പൊക്കോളൂ, ബ്രദറിൻ്റെ വൈഫും പിള്ളേരും ഒക്കെ ഉണ്ട്, അവരെ നോക്കണം, ഒത്തിരി പ്രാരാബ്ദങ്ങളുണ്ട്. അതുകൊണ്ട് ദേറാ പട്ടത്തിലേക്കാണ് അദ്ദേഹത്തെ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയി.
അതിനുശേഷം പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വേറൊരു ബ്രദറിനെ നോക്കി. അദ്ദേഹം പരുമല കൊണ്ട് താമസിപ്പിക്കുകയോ ചെയ്തു. ഐപ്പോര എന്ന പുള്ളിയുടെ പേര്. താമസിപ്പിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞ് പുള്ളിക്ക് അത് കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. ബാവയുടെ ഗ്രാൻഡ് ഫാദർ അന്ന് അച്ഛനാകാൻ പോയി വേറെ പട്ടക്കാരനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബാവയെ കിട്ടത്തില്ലായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയമല്ലായിരുന്നു. ഈ സമയത്ത് സഭയുടെ ഇതുപോലെ ഒരു സന്നിധ ഘട്ടത്തിലേ ശരിക്കും 50 വർഷം പിന്നിട്ടു ഉപായത്തിൽ, നമ്മുടെ നാടൻ ഭാഷ പിന്നെ കാക്കുപ്പായത്തിൽ കാല് വെച്ച്. ചപ്പലത്തേട്ടന് 35 വർഷമായില്ലേ? 32 വർഷമായി. അതന്നെ നല്ലൊരു ഇതല്ലേ. അപ്പം ശരിക്കും നല്ല തറവായിട്ടുള്ളൊരു അറിവായിട്ടുണ്ട് ഈ ഭാവമായിട്ട്. കൂടുതലും ഈ പ്രായോഗികമായിട്ടുള്ള, അതായത് കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും. അല്ലാണ്ട് ഈ ബുക്ക് വായിച്ചുള്ള നോളജ് വളരെ പരിമിതമാണ്. അങ്ങനെ ഒരു പുസ്തകപ്പുഴുവൊന്നുമല്ല. അങ്ങനെ പുസ്തകങ്ങളൊക്കെ ഒത്തിരി ഇരിപ്പുണ്ട് വായിക്കാൻ. പലപ്പോഴും അങ്ങനെ സമയം അങ്ങനെ കിട്ടാറ്, അല്ലെങ്കിൽ അതിനോടൊരു വായനയോട് വലിയ പ്രണയമൊന്നുമില്ല. എന്നാലും വായിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കൂടുതലും അനുഭവജ്ഞാനമാണ് കൂടുതലും എന്നെ പാകപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു പക്ഷേങ്കിൽ ഈ കുഞ്ഞു പ്രായം മുതൽക്കുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ. തിരുമേനിമാരുടെ കൂടെ നടന്നു, തിരുമേനിയുടെ കൂടെ നടന്നു. അന്നത്തെ 70കളിലെ സംഘർഷം, അതുമൊക്കെ കണ്ടും കേട്ടും, പിന്നെ തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ ജ്വാലയുമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ അനുഭവത്തിലൂടെ നടന്ന് വന്ന ആളെന്ന നിലയിൽ ഒരു പക്ഷേങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരനുഭവമാണ് ശരിക്കും. എല്ലാം സഭയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു സത്യമുള്ള ഒരു സഭ. അതൊക്കെയാണ് പരുമല തിരുമേനി വിശിഷ്ട സഭയാണ്. അദ്ദേഹത്തിനൊക്കെ ആ സിംഹാസനത്തോടൊക്കെ ഉണ്ടായിരുന്ന ഒരു വിധേയത്വവും അത് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളതും മരണം വരെയും അദ്ദേഹം കാത്തു സൂക്ഷിച്ചതുമാണ്. അപ്പം അതിൽ തന്നെ നിലകൊള്ളണം, അത് സംരക്ഷിക്കപ്പെടണം. അതൊരു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ പരാജയങ്ങളുണ്ടായാലും നഷ്ടങ്ങളുണ്ടായാലും അത് നമുക്ക് കൂടെ ഉള്ളിടത്തോളം കാലം അത് തന്നെയാണ് ഏറ്റവും വലിയ വെൽത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകം കാണുന്ന നിലകളിലുള്ള വെൽത്തോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വലിയ സമുച്ചയങ്ങളോ ഒന്നും അല്ല. അതിലപ്പുറമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ദീപ്തമായൊരനുഭവം, അത് സംരക്ഷിക്കുക, പരിപാലിക്കുക, അതിനൊരു ഹ്യൂമൻ ഫേസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഞാൻ മനസ്സിൽ ഇത്രയും കാലം കൊണ്ടു നടന്നിട്ടുള്ളത്. പിന്നെ എല്ലാവരോടും ഈ പറഞ്ഞതുപോലെ റിലീജിയൻ, മറ്റ് മതങ്ങളോടും ഒക്കെയുള്ള ഒരിഷ്ടം എനിക്കുണ്ട്. ഞാൻ ഒരിക്കലും മറ്റ് മതങ്ങളെ ചെറുതായിട്ടൊരിക്കലും പറയാറില്ല. ഞാൻ വിശ്വസിക്കുന്നത്, നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്നവരും മതമില്ലാത്ത മനുഷ്യരുമുണ്ട്. നമ്മളുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത അത് ജീവിതത്തിലൂടെ, നമ്മളുടെ എല്ലാം ജീവിതത്തിലൂടെ, ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിലൂടെ അതിനെ വലിപ്പപ്പെടുത്തി വികസിപ്പിച്ച് നല്ല സാക്ഷ്യമാക്കി നമുക്കതിനെ അവതരിപ്പിക്കാൻ സാധിക്കുവാണെങ്കിൽ, മറ്റുള്ളവർക്ക് കണ്ട് ബോധ്യപ്പെട്ട് ഇതാണ് ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ട മതം എന്നുള്ള അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലെ മറ്റുള്ളവരെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കൺവേർഷന് വേണ്ടി നമ്മൾ ക്രിസ്ത്യാനികളില്ലാത്ത ഇടങ്ങളിൽ പോയി നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് അൾട്ടിമേറ്റ്ലി അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് തിരുത്തലുകൾ ആവശ്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെൻ്റെ ഒരു ബോധ്യമാണ്. മിഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരുടെ അൾട്ടിമേറ്റ് എയിം അവരെ കൺവേർട്ട് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്തു ദൗത്യത്തിന് വിപരീതമാണെന്ന് ഞാൻ പറയും. അതേസമയം ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ മാമോദിസ മുക്കണം, ഇതൊക്കെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ക്രിസ്ത്യാനികൾ ക്രിസ്തു പറഞ്ഞ രീതിയിൽ ജീവിച്ച് നമ്മളുടെ ജീവിതം തന്നെ സുവിശേഷമാക്കാൻ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സുവിശേഷം എന്നിലൂടെ
ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിലൂടെ സുവിശേഷം ജീവിക്കുന്നില്ല എങ്കിൽ ഞാൻ മറ്റുള്ളവരെ സുവിശേഷത്തിലൂടെ ജീവിപ്പിക്കാനും അവരെ ജനിപ്പിക്കാനും ശ്രമിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം. കറക്റ്റ്. അതാണ് എന്നെ അലട്ടുന്നത്. അപ്പം ആക്കാൻ പറ്റാത്ത പ്രസംഗങ്ങൾ പ്രസംഗിക്കേണ്ട എന്നുള്ള, പ്രസംഗിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെത്. അതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ബോധ്യങ്ങളാണ്. അതൊന്നും എല്ലാവരും അംഗീകരിക്കണമെന്നുമില്ല. ഒരു കാലത്ത് മറ്റ് സഭകളൊക്കെ നമ്മളെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു, വഴക്കാളി സഭയാന്ന് പറഞ്ഞുകൊണ്ട്. അതെ, സമുദായം ഉണ്ടല്ലോ, സമുദായങ്ങളുണ്ട്. ഞാൻ മുന്നേ സഭകളും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നിപ്പം വന്നപ്പം ഈ ക്രിസ്ത്യൻ ചർച്ചിനെ മൊത്തത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ തന്നെ പലരുടെയും പല രീതിയിലുള്ളതായ ഇൻവോൾവ്മെൻറ്റ് സഭകൾക്കകത്തുണ്ടാകുന്നുണ്ട്. ആരൊക്കെയാണ് അതിൻ്റെ പിറകിലുള്ള ബാഹ്യശക്തികൾ നമുക്ക് അറിയത്തില്ല. ഇപ്പം കത്തോലിക്ക സഭയെപ്പോലുള്ള തിരുസഭയിലൊക്കെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയിൽ പിതാവുമായിട്ട് സംസാരിച്ചപ്പം ഞങ്ങളിങ്ങനെ രണ്ട് സഭയിലെ വഴക്കിനെ കുറിച്ചൊക്കെ, അപ്പോൾ ആ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതായാലും നിങ്ങളുടെ വഴക്ക് ആൾത്താര വരെ എത്തിയില്ലല്ലോ എന്ന് പറയുണ്ടായി. അപ്പോൾ എത്രമാത്രം വേദന പിതാക്കന്മാർക്കും സഭാമക്കൾക്കും ഒക്കെ ഞങ്ങൾ തന്നെ വേദനിച്ചു പോയി. ഈ ആരാധനയെ സംബന്ധിച്ചുള്ള കോൺട്രവേഴ്സി അവിടെ നിൽക്കട്ടെ, ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല, അത് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അത് ആൾത്താര വരെ ചെന്നെത്തുന്ന ഒരു രീതിയിലേക്ക് കത്തോലിക്ക സഭയിലെ കാര്യങ്ങൾ മാറിയെന്ന് വരുന്നത്, ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ അത്രയും ഒന്നും ഒരിക്കലും പോകാൻ പാടില്ല. നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഇതിനോടൊക്കെ ഉള്ള ഒരു അപ്രോച്ചും ഒരു വിശ്വാസമൊക്കെ ഇല്ലേ. പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ ചെയ്യട്ടെ, പക്ഷെ അത് ഒരു എക്സ്ട്രീം ഇതിലേക്ക് പോകുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഒരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ, എന്തും ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കണം. അതിനുള്ള ക്ഷമയും സഹിഷ്ണുതയും ഒക്കെ എല്ലാവർക്കും വേണം. അതില്ലാതെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ ചർച്ചിൽ കുറേ കാലങ്ങളായിട്ടുണ്ട്. ഇപ്പം എല്ലാ സഭകളിൽ പറഞ്ഞതുപോലെയുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഒത്തിരി വരുന്നുണ്ട്. അതൊക്കെ ഈ സഭയുടെ ഒരു യശസ്സിന്, സഭകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിനൊരു അക്സെപ്റ്റൻസ് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പള്ളികളൊക്കെ പണിയാനും ഒക്കെ ഇവിടെയുള്ള ഹൈന്ദവരല്ല ഏറ്റവും കൂടുതൽ. മറ്റ് മുസ്ലിം സമുദായങ്ങളൊന്നും ഒരിക്കലും ഒന്നിനൊന്നും എതിര് നിന്നിട്ടില്ല. എല്ലാവരും സഹകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം വന്ന് പോളറൈസേഷനാണ്. ഹിന്ദുക്കൾക്ക്, മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക്. പണ്ടൊക്കെ ഒരു പുരോഹിതൻ ഒരു ഇടവകയിൽ വരുമ്പം അവിടെ മതബഹുലതയുള്ള നാട്ടിൽ എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും. അവിടെ ഒന്നിച്ച പല ആചാരങ്ങളും നടത്തും. ഇന്നിപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് മറ്റ് അക്രൈസ്തവർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സമുദായം ചോദ്യം ചെയ്യും. അങ്ങനെ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ദൗർഭാഗ്യകരമാണ്. അവിടെ മതങ്ങളുടെ സ്പിരിച്വൽ ലീഡേഴ്സ് അവരൊക്കെ ഇടയിലുള്ള ഒരു അകൽച്ചയുമൊക്കെ മനുഷ്യർ തമ്മിലുള്ള വിഭജനത്തിന് കൂടുതൽ വഴിയൊരുക്കിയിട്ടുണ്ട്. ഇതൊരു ബോധപൂർവം ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ ഉണ്ടെന്ന്? ഒരു പൈശാചിക ശക്തി അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നന്മയുടെ ഫലം, ദൈവാനുഭവമുള്ള അന്തരീക്ഷത്തിൽ ഇങ്ങനെ തിന്മയുടെ ശക്തി ഏതെങ്കിലും നിലയിലേക്ക് ക്രീപ്പ് ചെയ്ത് അകത്ത് കയറാനായിട്ട് ശ്രമം നടത്തും. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണോ ഒളിഞ്ഞിരിക്കുന്നതെന്നുള്ളത് നമുക്കിപ്പം പലതും പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ പല സംശയങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും നമ്മളിവിടെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. അപ്പം ആ നിലയിൽ നമ്മൾ ഇവിടുത്തെ നമ്മളുടെ എക്സിസ്റ്റൻസ് ഒരു ചർച്ച എന്നുള്ള നിലയിൽ പലയിടത്തുമൊക്കെ നമ്മുടെ മിഷണറിമാരും വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ പലപ്പോഴും പല ഘട്ടങ്ങളിലുമൊക്കെ അവർക്ക് ചില പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും അവിടെ ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതിന് നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റം വന്നിട്ട് കാര്യമില്ല.
ഒരു പക്ഷേങ്കിൽ അവരാരും ആലോചിച്ചിട്ടുള്ള ഒരു സംഘടിതമായ പ്രവർത്തനമാവണം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അത് മൈനോറിറ്റീസിനെതിരുള്ള. അത് നമ്മൾ ഇച്ചിരി ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഭാരതത്തിൻ്റെ ഒരു മതനിരപേക്ഷതയും ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം, അതിന് കേട് പറ്റാത്ത രീതിയിൽ ആ ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ട്, അത് ഒരിക്കലും തകരാൻ അനുവദിച്ചുകൂടാ, കൊടുക്കരുത്. ഇന്ന മതത്തിൽ വിശ്വസിക്കാനും ഇന്ന മതം പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അത് ഫോഴ്സ് ചെയ്ത് മറ്റുള്ളവരെ ആ വേറൊരു മതത്തിലേക്ക് ആക്കാൻ പാടില്ല. പക്ഷേ പല ഇൻസിഡൻസും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അവിടെ കുറച്ച് കോഷ്യസ് ആവേണ്ട ആവശ്യമുണ്ട്. എപ്പിസ്കോപ്പൽ ചർച്ചസൊക്കെ വളരെ ആ കാര്യത്തിലൊക്കെ വളരെ വിജിലൻ്റാണ്. പക്ഷേ ക്രിസ്ത്യൻ ഔട്ട്ഫിറ്റുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഏത് വിഭാഗമാണെങ്കിലും അവരങ്ങനെ അനഭിമതമായിട്ടല്ലെങ്കിൽ ഈ വികാരത്തോടുകൂടി എതിരായിട്ട് സംസാരിച്ചാൽ അൾട്ടിമേറ്റ് ചെന്ന് കൊള്ളുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവനാണ്. ഈ മറ്റ് ഫണ്ടമെൻ്റൽസിൽ വിശ്വസിക്കുന്നവരൊന്നും ഒരു പക്ഷേങ്കിൽ അത് ഇന്ന ഡെനോമിനേഷനാണോ അല്ലെങ്കിൽ പെന്തക്കോസ്താണോ കത്തോലിക്കനോ ഒന്നും നോക്കത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ക്രിസ്ത്യാനികളാണ്. അപ്പം ക്രിസ്ത്യൻസ് വർക്കിംഗ് ഇൻ ഇന്ത്യ അവർക്ക് അവരുടെ പ്രേക്ഷിത വേലയെക്കുറിച്ച് കുറച്ചുകൂടി ഒരു തുറന്ന കാഴ്ചപ്പാടുണ്ടാവണം. നമ്മൾ മറ്റ് മതങ്ങളെ ഒരിക്കലും ചെറുതായി പറയാൻ പാടില്ല. പ്രത്യേകിച്ചും ഭാരതം ഒരു ഹിന്ദു ഡൊമിനേഷനുള്ള ഒരു കൺട്രിയാണ്. ആ കൺട്രി എപ്പോഴും മറ്റ് മതങ്ങളെ സർവാത്മന സ്വീകരിച്ചിട്ടുള്ളതാണ്. അത് അവരുടെ ബലഹീനത കൊണ്ടൊന്നുമല്ല, അത് ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ഹൈന്ദവ ആചാരങ്ങൾ പലതും നമ്മൾ കൾച്ചറലി അത് കളയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സ്റ്റിൽ ഇൻ അവർ ചർച്ച്, നമ്മുടെ സഭകളിലൊക്കെ ആ കൾച്ചർ നഷ്ടപ്പെടുത്താതെ തന്നെയാണ് നമ്മൾ ഇൻകൾച്ചറേഷൻ വരുത്തിക്കൊണ്ട് ഇവിടുത്തെ ആ സംസ്കാരത്തോട് സമരസപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് കൂടുതൽ അക്സെപ്റ്റൻസിന് കുറേ അവരുടെ ആചാരങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ പലതും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വീകാര്യതയ്ക്ക് ഇപ്പം ഈ വന്ന് ഇച്ചിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവിടെ മതങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടുകയും ആ ഒരു ഫെലോഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഐക്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ അത് മറ്റ് സാധാരണക്കാർക്ക് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സാഹോദര്യം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും ഫ്യൂച്ചർ വരുമ്പോൾ, കുറച്ചുകൂടെ കഴിയുമ്പോൾ. ആ ഒരു ആഗ്രഹവും പ്രാർത്ഥനയുണ്ട്.